നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വർഷ എവിടെ പോവാൻ ഇറങ്ങിയതാ? ഇവിടെ പോവാൻ ഇറങ്ങിയതായിരിക്കും അവള്. ഞാൻ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എല്ലാ വീടിനും 2000 രൂപ വെച്ച് കൂട്ടണമെന്നാ അവന്റെ തീരുമാനം. അഡ്വാൻസും 1 ലക്ഷമായി കൂട്ടി. എനിക്ക് നിങ്ങളുടെ അവസ്ഥ അറിയാഞ്ഞിട്ടല്ല ചന്ദ്രികെ. ഈ വീട് വാടകയ്ക്ക് ചോദിച്ചുകൊണ്ട് അവന്റെ അടുത്ത് ആള് പോയി. ഡെപ്പോസിറ്റും വാടകയും ഒക്കെ കൂട്ടിക്കൊടുക്കാമെന്നും പറഞ്ഞു. നിങ്ങളെ മാറ്റാൻ പറ്റില്ലെന്ന് ഞാൻ അവനോട് തറപ്പിച്ച് പറഞ്ഞിരിക്കുക. ഇപ്പോഴത്തെ പിള്ളേർക്കേ നമ്മൾ തമ്മിലുള്ള പഴയ ബന്ധങ്ങളൊന്നും അറിയില്ലെന്നേ. രാധേച്ചി, ഇപ്പൊ പെട്ടെന്നങ്ങോട്ട്. ചന്ദ്രികെ, ഡെപ്പോസിറ്റ് വാങ്ങുന്ന കാര്യം ഞാൻ അവനോട് പറഞ്ഞു വേണ്ടാന്ന് വെപ്പിച്ചു. പക്ഷെ വാടക ജൂൺ മാസം മുതൽ 2000 കൂട്ടി തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അടുത്ത മാസം വീട് വിട്ട് തരേണ്ടി വരും. ഇപ്പോ വയസ്സായവരുടെ വാക്കുകൾക്കൊന്നും മക്കളും മരുമക്കളും ഒരു വിലയും തരില്ല. ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് വച്ചിരിക്കുക. എന്റെ കൃഷ്ണ, മുട്ടൊക്കെ പിടിക്കുന്നു. മരുന്നിന്റെ മുകളിലാ ഇപ്പൊ ജീവിക്കുന്നെ. ആ, എന്നാ ശരി. ശരി. നീ എന്താ ഫോൺ എടുക്കാൻ വൈകിയത്? അത് ഞാൻ കിച്ചണിലായിരുന്നു. അല്പം ചിക്കൻ കറി ഉണ്ടാക്കുമായിരുന്നു. പറഞ്ഞു കേട്ടാ. അത് ഞാനിന്ന് ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് വൈകും. പേടിക്കാതിരിക്കണം. അത് പറയാനാ വിളിച്ച. കുഴപ്പമില്ല ഏട്ടാ, ഞാൻ പേടിക്കാതിരുന്നോളാം. ആ, ശരിയെന്നാ. ഇതൊരവസരമാ. ഏട്ടനെ കുറിച്ച് തിരക്കി അറിയാൻ കിട്ടിയ അവസരം. ഏട്ടൻ വളർന്ന് ഓർഫനേജിലേക്ക് തന്നെ പോവാം. തെക്കൊരു അനാഥാലയത്തിലാ വളർന്നതെന്ന് എനിക്കറിയാം. അത് സ്വാഭാവികമാണ്. സാധാരണ വാടക വീടിന് എഗ്രിമെന്റ് വെക്കുന്നത് 11 മാസം വെച്ച. എന്നിട്ട് ഓരോ എഗ്രിമെന്റിനും വാടക കൂട്ടി വാങ്ങിക്കാറുമുണ്ട്. ഇതിപ്പോ കൊല്ലങ്ങളായിട്ട് നിങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കല്ലേ. ആദ്യമായിട്ടല്ലേ വാടക കൂട്ടി ചോദിക്കുന്നേ? അന്നും ഇന്നും മറ്റുള്ളവർക്കൊരു ബാധ്യതയാകാനേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ഈ അവസ്ഥയിൽ പോലും എന്റെ വീട്ടുകാരെ ഒന്ന് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് ഓർക്കുമ്പോ പഴയ ജോലിക്കൊന്നും ഇനി പോവാൻ പറ്റില്ല. പുതിയ എന്തെങ്കിലും ജോലി കണ്ടെത്തണം. അത് വേണ്ട, അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? ഇനി അതിനും ആരുടെയെങ്കിലും അനുവാദത്തിന് കാത്തു നിൽക്കണോ ഞാൻ? അതോ മുൻ MLA മരുമകള് ജോലിക്ക് പോകുന്നത് ആക്ഷേപമായതുകൊണ്ടാണോ? വന്ദന ജോലിക്ക് പോകുന്നത് മുൻ MLA കുറുപ്പിന് ആക്ഷേപമായതുകൊണ്ടല്ല. പിന്നെ കുറുപ്പിന്റെ മകൻ ജഗൻ ആക്ഷേപമായതുകൊണ്ടാ.
ഭാര്യ ജോലിക്ക് പോകുന്നത് ആക്ഷേപമാണെന്ന് കരുതുന്ന ഒരു ഭർത്താവല്ല ഞാൻ. സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കി ഭാര്യയെ പോറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് കൂട്ടിയാൽ മതി. ഇത്രയും നാള് കഴിഞ്ഞു പോയതുപോലെ അല്ല. അച്ഛന്റെ പണത്തിൽ കഴിയുന്നത് എനിക്കിപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അതിലൊരു മാറ്റം ഉണ്ടാവണം. ഇന്നു മുതൽ ഒരു ജോലി തേടി ഇറങ്ങുക ഞാൻ. ഞാനും കൂടി ഒരു ജോലി. ആദ്യം ഞാൻ പണിയെടുത്ത് കൊണ്ടുവന്ന് കുടുംബത്തൊരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവട്ടെ. അതിനുശേഷം വന്ദന ജോലിക്ക് പൊയ്ക്കോളൂ. വന്ദനയ്ക്ക് ജോലിക്ക് പോകുന്നതാണ് ഇഷ്ടമെങ്കിൽ ഞാനത് തടസ്സപ്പെടുത്തൂല. സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്തതുകൊണ്ടാ അച്ഛന്റെ കുത്തുവാക്കുകൾ കേട്ടിട്ടും തിരിച്ചൊന്നും പറയാൻ കഴിയാതെ പലപ്പോഴും മൗനമായിട്ട് ഇരിക്കേണ്ടി വരുന്നത്. ഇനി അത് വയ്യ. അത് ഏട്ടൻ വൈകി വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താ ഞാൻ നേരത്തെ വന്നത് വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ല, ഏട്ടൻ ഇന്ന് വൈകുന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. മീറ്റിംഗ് മാറ്റിവെച്ചു. ഇന്നിനി എങ്ങോട്ടുമില്ല. വർഷ എന്താ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങിയതായിരുന്നു? അല്ലേട്ടാ, ഏട്ടനില്ലാതെ ഞാൻ എങ്ങോട്ട് പോവാനാ? പിന്നെ ഡ്രസ് ഇത് ഞാൻ വെറുതെ ഒന്ന് ഇട്ടു നോക്കിയതാ. നീ ഒരു ചായ എടുക്ക. വർഷ എവിടെയോ പോവാൻ ഇറങ്ങിയതാ. എവിടെ പോവാൻ ഇറങ്ങിയതായിരിക്കും അവള്? ഞാൻ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.